ഇരുട്ട് സമയത്ത് ഊട്ടിയിലേക്ക് യാത്ര. ഊട്ടിയിലേക്ക് ആരോ ഞെട്ടിക്കുണ്ടോ? എന്താണ് ഇരട്ടത്തിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ? അതെന്തോന്ന് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. അപ്പം നല്ല രാവിലെ ഒരു 3 മണി സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഒരു വെളിച്ചമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ മസിനഗുഡി വഴി ഊട്ടിയിലേക്കാണ് പോണത്. അങ്ങനല്ല ഗൈസ്, രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയത് ചായ കുടിക്കാനാണ്. ഗായസ് വിളിച്ചത് വേഗമുള്ള കൊറേ മാൻകൂട്ടം ഒരു ധൃതി ഇല്ലാണ്ട് അവിടെ
സെൽഫി സ്റ്റിക്കിന്റെ പോലെ എടുത്തേ ചേട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ അല്ല ഇത് ഈ സാധനങ്ങളൊക്കെ നമുക്ക് പച്ചക്ക് കഴിക്കാം. കഴുകാതെ ഇത് കഴുകിയതാണേ. ഈ ബ്ലോക്ക് ഇവിടുന്ന് തുടങ്ങിയിട്ടതാ അവിടെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ടിക്കറ്റ് ഒന്നുമില്ല. ടിക്കറ്റ് ഒന്നുമില്ല. നല്ല രസമുണ്ട്. അത്രയും ബ്ലോക്ക് പോയിന്റ് കിട്ടാൻ വേണ്ടിട്ട് അത്രയും വെയിറ്റ്. പാവപ്പെട്ടവൻ കടന്നുറങ്ങണം. നേരെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയത് ഡൊഡ്ഡപ്പെട്ട വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിക്ക് പോണ വഴിക്ക് വണ്ടികളൊക്കെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. അത്രയും ബ്ലോക്ക്, പിന്നെ അത്രയും ഹൈറ്റുള്ള ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് അത്രയും റിസ്ക് ആയിട്ട് ഞങ്ങൾ കുറേ ബാക്കിൽ വണ്ടി നിർത്തിയിട്ട് നടക്കുകയാണ് ചെയ്തത്. അതെ, അതെന്താ അവിടെ? അതല്ല നൂഡിൽസ് ഇങ്ങനെ അടി കൊടുത്താൽ കിട്ടും. പറയേ എഗ് എടുക്കും. 6 നൂഡിൽസ് ഇതൊക്കെ വേണം. തൊപ്പി റേറ്റ് ഒന്നും അറിയില്ല നമുക്ക്. ജസ്റ്റ് അറിയാൻ വേണ്ടി നമുക്ക് ഡ്രസ്സ് നോക്കിയോ? പക്ഷെ അങ്ങനത്തെ ഡ്രസ്സുകളാണ്. குறைவான இங்கே இருக்கு 50 ரூபா 100 ரூபா அது 150. அதில் குறைவான 100 இருக்கு. அது 100 இது 150. കിട്ടിയോ? കിട്ടിയോ? നെക്സ്റ്റ് സാധനത്തിന്റെ പേരെന്താ? താഴെപ്പൂ വേണ്ട.
ഇവിടുന്ന് വന്നെടുക്കാം. ഓന്റെ മോളെ അടിപൊളിയാ. കുടിച്ചാ അവിടെ താഴത്ത് പോകും ഇരിക്ക് ഓർഡർ കണ്ട് ഞങ്ങൾ ഈ വ്യൂ പോയിന്റിലേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം ഇവിടുത്തെ തിരക്കിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത്രയും വണ്ടികൾ ജാമായി കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത്രയും ടൂറിസ്റ്റ് ആൾക്കാർ നിറച്ചുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്രയും വലിയൊരു അട്രാക്ഷനായിട്ടൊന്നും തോന്നിയില്ല. എങ്കിലും ഇപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടീ ഫാക്ടറിയിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കയറിയത് കേട്ടോ. ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ നേരെ ഫുഡ് കഴിച്ച് പിന്നെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനായിട്ട് നടന്നു. നമ്മൾ സ്ട്രീറ്റ് വേയിലൂടെ നടക്കാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്താ ഞങ്ങൾ ഗാർഡനിൽ എത്തിയപ്പോഴേ സമയം ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. ആ വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം തിരിച്ചു വരാൻ ഒരുപാട് നേരം എടുത്തു. അവിടെ ബ്ലോക്ക് കാരണം സ്റ്റക്കായിപ്പോയി. അപ്പോഴേ ഞങ്ങൾ ഉറപ്പിച്ചതാണ് എന്തായാലും ഊട്ടി ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ടൈം വൈകി, ഒരുപാട് പ്ലേസസ് മിസ് ചെയ്യുന്നുള്ളത് ഉറപ്പായി. ദിസ് ഈസ് കോൾഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ ഒരു കുളമുണ്ട്. മലയാളീസ് പൊതുവെ പറയും ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന്. അതേപോലെ തന്നെ കിട്ടിയ സ്ഥലങ്ങൾ അത്രയും മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. നല്ല ക്രൗഡ്. അവിടെ നിന്ന് നേരെ പോയത് ടിബേറ്റൻ മാർക്കറ്റിലേക്കാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും വാങ്ങുന്നില്ലെങ്കിലും അത് കൂടെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. ഒട്ടുമിക്കതും അത്യാവശ്യം റേറ്റ് ഉള്ളതായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ഫുള്ളൊന്ന് അവിടെ കറങ്ങിയിട്ട് ജസ്റ്റ് പോയി. അവിടെ നിന്ന് നേരെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. അവിടെ ഇതുപോലെ ഒരുപാട് കടകളുണ്ടായിരുന്നു. അവിടെ എനിക്ക് ബാഗുകളൊക്കെ ഒരുപാട് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട്, അത്യാവശ്യം നമുക്ക് ക്വാളിറ്റിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഓരോന്നും കണ്ട് നടക്കുന്ന വഴിക്കാണ് ചോളം കണ്ടപ്പോൾ അതങ്ങനെ മേടിച്ചു. പിന്നെ ഊട്ടി ചോക്ലേറ്റ്, ഊട്ടി സ്പെഷ്യൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ ബോട്ട് ഹൗസ് കാണാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ വണ്ടിയും പാർക്ക് ചെയ്ത് ബോട്ട് ഹൗസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഹോഴ്സ് റൈഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് മിസ്സായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബോട്ട് ഹൗസ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈം ഒരുപാട് വൈകി. പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു.
ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ ഊട്ടിയോട് ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഊട്ടി വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. और जीने को क्या